ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അലുവയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൈദയൊന്നുമില്ല, എണ്ണ ഓയിലൊന്നുമില്ല. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ശർക്കരയൊക്കെ കൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയേക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹലുവയുടെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഹലുവയുടെ റെസിപ്പിയാണ് കേട്ടോ. എണ്ണയും മൈദയും ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹലുവയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് ഇച്ചിരി നെയ്യൊക്കെ പുരട്ടി നമുക്കൊന്ന് മാറ്റി വെക്കാവേ. ഇതുപോലെ ഞാനൊരു കേക്കിൻ്റെ ടിന്ന്, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ. ചുറ്റുപാത്രമോ എന്തെങ്കിലും. നെയ്യ് പുരട്ടി നല്ലോണം നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി എള്ളൊക്കെ ഒന്ന് ആദ്യമേ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിന് നമുക്കിത് വെള്ള എള്ളാണ്. ഇച്ചിരി ഞാൻ ഇങ്ങനെ പാത്രത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കശുവണ്ടി ബദാമും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി വെക്കാം നമുക്ക്. അപ്പം നീണ്ടത് ഇതും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വെക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഇതാണോ കശുവണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി സ്റ്റൈലിന് വേണ്ടി ഒന്ന് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കോൺഫ്ലവറാണ് ഇട്ടിരിക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലവർ കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ നേരെ ഇരട്ടി അളവെടുക്കണം കേട്ടോ. 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് കോൺഫ്ലവറിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആദ്യമേ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കട്ടകളില്ലാതെ നല്ല ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാവേ. നല്ലോണം മിക്സ് ചെയ്ത്, ഇത് കോൺഫ്ലവർ ആയോ നല്ലോണം കട്ടയാകും. അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ കണ്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ഇടുന്നത്. ശർക്കരപ്പൊടി, നിങ്ങൾക്ക് ശർക്കര ഇല്ലെങ്കിൽ നമ്മളത് ചിരണ്ടി ഇതുപോലെ 1 കപ്പ് ശർക്കര പൊടി എടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ശർക്കരപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് പാനിയാക്കി എടുക്കും. ഇതൊന്ന് തീ കത്തിക്കട്ടെ. കട്ടകളൊന്നും ഇല്ലാത്ത നല്ല ശർക്കരപ്പൊടിയാണ് ഇത് കേട്ടോ. ഇതുപോലെ പാനിയാക്കി അരിച്ചെടുക്കണം. ഒന്ന് പാനിയാകട്ടെ. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഒന്ന് അരിച്ച്, കട്ടയൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ച് ഇതിലേക്ക് ഈ പാനിനകത്ത് തന്നെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയം നമ്മുടെ ആ മിക്സില്ലേ കോൺഫ്ലവർ വെച്ചേക്കുന്നത് അതൊന്ന് മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിക്കുന്ന സമയം നമ്മൾ ഇപ്പോൾ ഇളക്കി വെച്ചിട്ട് സമയമായി. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെക്കണം, തീ കൂട്ടി വെക്കണം. ഇത് പെട്ടെന്ന് കട്ടയാകും കേട്ടോ. ഒരു 15-20 മിനിറ്റും കൊണ്ടാണ് നമുക്ക് ഈ ഹലുവ റെഡിയായി കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് ഇളക്കിയാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ ശർക്കരയുടെ ഈ പാനിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ തോറും ഇങ്ങനെ ഒന്ന് ഇളക്കി ഇരിക്കണം. ഉണ്ടോ, മൊത്തം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തീ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് നമ്മളൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് കണ്ടോ, നമ്മുടെ ഇത് കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ മീഡിയത്തിലാണ് തീ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി കിട്ടുന്നത് കണ്ടോ. നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. നമ്മൾ പാനിന്ന് വിട്ട് വരുന്ന പരുവാണ് കേട്ടോ. നമുക്കൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അത് ഓരോ ഘട്ടമായിട്ട് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഈ പരുവാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിക്കണം കേട്ടോ. ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം 2 ടേബിൾ സ്പൂണായി. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കണ്ടോ, കുറുകിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാനിയിൽ നിന്ന് വിട്ട് വരും, അതാണ് പരുവം കേട്ടോ. നമുക്കിത് ബാക്കി 2 ടേബിൾ സ്പൂൺ കൂടി ഈ സമയത്തിലേക്ക് ചേർക്കുവാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട്
1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ഒന്ന് ഇടാവേ ഇതിലേക്ക്. 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ച് വെച്ചതുകൂടി ഇടണം കേട്ടോ. ഈ സമയം നമുക്കൊരു ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പൂടെ ഇതിലേക്ക് ചേർക്കാം. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ പാനയിൽ നിന്ന് വിട്ട് വരത്തക്ക വിധത്തിൽ പരുവത്തിലേക്ക് വരുവാണ്. ആ സമയം ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം ഒരു 1/2 ടീസ്പൂണ് വെള്ള എള്ളൂടെ ഇടുക ഇതിലേക്ക് കേട്ടോ. ഇതുപോലെ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒക്കെ ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് നട്ട്സ് ഒന്ന് പൊടിച്ച് വെച്ച് ക്രഷ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ, ചെറുതായിട്ട്. അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഹലുവായിക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വേണ്ടേ നട്ട്സ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇടുക. നമുക്ക് ഇളക്കി ഇതെല്ലാം നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവസാനം ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. അതാണ് പരുവം. അതെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഇത് പറ്റാനുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വന്നാലേ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ ഹലുവ. പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, അടിക്കൊന്നും പിടിക്കത്തില്ല. നമ്മളിത് പാനയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ഒരു സ്വല്പ നേരം കൂടെ, ഒരു 5 മിനിറ്റ് നേരം കൂടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, 10-20 മിനിറ്റ് വേണം ഇത് സെറ്റായി വരാൻ വേണ്ടി കേട്ടോ. മീഡിയം തീയിൽ തീ കൂട്ടിയും കുറച്ചും വെച്ച് നമ്മൾ ഇങ്ങനെ കണ്ടോ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഹലുവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഹെൽത്തി അല്ലേ. ഇതിനകത്ത് മൈദയില്ല, ഓയിലൊന്നും നമ്മൾ ചേർക്കാതെ നെയ്യൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വീടുകളിലുണ്ടാക്കി നമ്മൾ 10-20 മിനിറ്റ് ബുദ്ധിമുട്ടി കഴിഞ്ഞാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റും. ഇതുണ്ട് പാനയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ പരുവാണ്. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പരുവ് കണ്ടോ, പറ്റിച്ച് നമ്മൾ ഇതെടുക്കും. ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാവേ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരുവ് കണ്ടോ, പാനയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവ് കണ്ടോ. കറക്റ്റ് ഇതായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തീ ചൂടോടുകൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കണം. ഉണ്ടോ, ഇങ്ങനെ പാനയിൽ നിന്ന് വിട്ട് വരണം. സൈഡിലൊക്കെ ഉള്ളതെല്ലാം ഒന്ന് വടിച്ച് തീ ഓഫ് ചെയ്യാവേ. സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിക്കാവേ. ചൂടോടുകൂടി തന്നെ നമ്മളിത് ഇതിലേക്ക് ഒഴിക്കണം. ചൂടോടുകൂടി തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ആയിട്ടില്ല. നമ്മൾ ഇതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തേക്കും ഇതൊന്ന് ചെയ്ത് വെക്കണം, എന്നെങ്കിൽ ഇത് സെറ്റായിരിക്കത്തില്ല. നമ്മൾ 2 കൈ കൊണ്ട് ചൂടോടെ എടുക്കുമ്പോഴത്തേക്ക് കേട്ടോ, അതേ പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ഇതും കൂടെ ഓണാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കുന്നത് കാണിക്കാൻ കേട്ടോ, ഇതിലേക്ക് ഒഴിച്ചത് കാണിക്കാത്തത് കണ്ടോ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പം നമ്മുടെ ഈ ഹലുവ സൂപ്പർ ടേസ്റ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. ഇതൊന്ന് തണുക്കട്ടെ. ഒന്ന് മൂടി ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ. കണ്ടോ, ഒട്ടൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് ഇതിലേക്കൊന്ന് കട്ടൻ ബോഡിയിലേക്ക് തന്നെ എടുത്തിടാം കേട്ടോ. തൂക്കട്ടെ. ഒന്ന് ഈ വശമൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ നെയ്യ് പുരട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വീണേക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് അപ്പം നമ്മൾ ഇത്
ഇച്ചിരി പരന്ന പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് ഇത്രയും വലിയ വേണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ പരപ്പ് കുറവുള്ളതാണെങ്കിൽ ഇച്ചിരിയും കൂടെ കട്ടിക്ക് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവ. ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാം കേട്ടോ. കയ്യിലൊന്നും ഒട്ടുന്നില്ല, നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ മുറിച്ച് കാണിക്കാം കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള അലുവ കഷ്ണമാണ് കേട്ടോ. ഇതുണ്ട് നമ്മളെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് വെക്കാവേ. അതെ, എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവുകൾ എടുക്കണം കേട്ടോ. കോൺഫ്ലവറൊക്കെ കൂടുതൽ അളവിൽ എടുത്തുവെച്ചാൽ മതി കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കി, നല്ല സോഫ്റ്റാണ് ഹലുവ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യരുത്. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.